ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വൺ ഷോട്ട് വീഡിയോസും ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേരള ചരിത്രത്തിൽ നിന്നും ഇന്ത്യ ചരിത്രത്തിൽ നിന്നും അതുപോലെ ഇന്ത്യ ഭൂമിശാസ്ത്രത്തിൽ നിന്നൊക്കെ ഉള്ളത്. ഇനി നമുക്ക് കേരള ഭൂമിശാസ്ത്രം അതുപോലെ ഭരണഘടന സയൻസിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടിയാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അത് വരും ദിവസങ്ങളിൽ തന്നെ നമ്മൾ എക്സാമിന് മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എന്നത്തെ പോലെ തന്നെ ഒരു 100ഓളം ക്വസ്റ്റ്യൻസ് 100+ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2021 മുതൽ PSC 10th പ്രിലിമിനറി ലെവലിൽ ചോദിച്ചിട്ടുള്ള ഭരണഘടനയിൽ നിന്നുള്ള ടോപ്പിക്സ് ആണ്. ഈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനെയും അതുപോലെ തന്നെ SCRT-നെയും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഭരണഘടനയുടെ ആ ക്ലാസ് ഫുള്ള് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് 10 മാർക്കും ഷുവറാണ്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ വൺ ഷോട്ട് വീഡിയോ ഇപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വൺ ഷോട്ട് വീഡിയോയും PYQസും കാണുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അപ്പോൾ ഞാൻ ഓരോരോ ക്വസ്റ്റ്യനായിട്ടല്ല ഇങ്ങനെ മൊത്തം PDF ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം നിങ്ങൾ നോക്കുക. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താ? മൗലികാവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? മൗലികാവകാശങ്ങൾ തന്നെയാണ്. ഇനി മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ്. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ഏതാണ്? ആർട്ടിക്കിൾ 15, അനുച്ഛേദം 15. ഇനി പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. നോട്ട് ചെയ്ത് വയ്ക്കുക, പാർലമെൻറ്റിനാണ്. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാവുന്നത് എപ്പോഴാണ്? അടിയന്തരാവസ്ഥ കാലത്താണ്. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാവുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. ഇനി 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പറയുന്നത് ഏതാ? 19ാം അനുച്ഛേദമാണ്. 19ാം അനുച്ഛേദം. ഇനി ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി. നിയമത്തിനു മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്നത് രാഷ്ട്രപതിക്കും ഗവർണർക്കുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ രാഷ്ട്രപതിയാണ് നമ്മുടെ ആൻസർ. ഇവിടെ നമ്മുടെ ആൻസർ ഏതാ? രാഷ്ട്രപതി. ഇനി മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 24ാം ഭേദഗതിയാണ്. 24ാം ഭേദഗതി. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം. പൊതുനിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. പൊതുനിയമനങ്ങളിലെ അവസര സമത്വം ഏതാണ്? ആർട്ടിക്കിൾ 16 ആണ്. ആർട്ടിക്കിൾ 16. ഇനി അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ ഏത് വകുപ്പ് പ്രകാരമാണ്? 359 ആണ്. 359. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏത് ഭരണഘടന അനുച്ഛേദത്തിൽ? ഏത് അനുച്ഛേദത്തിലാണ്? അനുച്ഛേദം 21ലാണ് എന്ത് പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നത് അനുച്ഛേദം 21A ആണ്. സോറി, 21 അല്ല, അനുച്ഛേദം 21A ആണ് കേട്ടോ. അനുച്ഛേദം 21A. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? മൗലിക കടമകൾ. മൗലിക കർത്തവ്യങ്ങളെ പറ്റി പറയുന്നത് 4A ആണ്. 4Aയിലെ 51A. അപ്പോൾ ഇനി ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രചിച്ചത് ആരാ? രവീന്ദ്രനാഥ ടാഗോറാണ്. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ്? കൽക്കത്ത സമ്മേളനത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കത്ത സമ്മേളനത്തിലാണ് എന്ത് പാടിയിട്ടുള്ളത്? വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയിട്ടുള്ളത്. ഇനി ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം. നീളം ഈസ്റ്റു വീതി എന്താണ്? 3:2 ആണ്. നീളം ഈസ്റ്റു വീതി 3:2. ഇനി വീതി ഈസ്റ്റു നീളമാണെങ്കിൽ 2:3 തിരിഞ്ഞു വരും. ഇനി
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന നിലവിൽ വന്ന 1993 ഒക്ടോബർ 12-നാണ്. 1993 ഒക്ടോബർ 12. ഇനി ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്? വിവരാവകാശ നിയമം 2005 ഒക്ടോബർ 12-ആണ്. 2005 ഒക്ടോബർ 12. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21 ഇനി ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? സത്യമേവ ജയതേ ദേവനാഗരി ലിപിയിലാണ്. ഇനി താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവയാണ് ദേശീയ മൃഗം. ഇനി നമ്മുടെ ദേശീയഗാനമായിട്ടുള്ള ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ജനഗണമന രചിച്ചിട്ടുള്ളത് ബംഗാളി ഭാഷയിലാണ്. ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഏത് കൃതിയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിൽ നിന്നാണ്. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ളത്. അപ്പോൾ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്, ശരിയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ, ശരിയാണ്. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല, അതും ശരിയാണ്. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്നുള്ളത് തെറ്റാണ്. ന്യായവാദത്തിന് അർഹമാണ്. മൗലികാവകാശങ്ങൾ നിഷേധിച്ചാൽ ഏതൊരു പൗരനും കോടതിയെ സമീപിക്കാം, ന്യായവാദത്തിന് അർഹമാണ്. ഇനി ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാ? 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്, സോവിയറ്റ് യൂണിയൻ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെട്ട ആർട്ടിക്കിൾ 32 ആത്മാവും ഹൃദയവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചതാണ്. ഇനി ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാ? ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ആരൊക്കെയാണുള്ളത്? ആന, കാള, സിംഹം, കുതിര. കൂട്ടത്തിൽപ്പെടാത്ത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ നമ്മുടെ മൗലികാവകാശങ്ങളെ പറ്റിയിട്ടാണ്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇതൊക്കെ എന്താണ്? മൗലികാവകാശമാണ്. പക്ഷെ സ്വത്തവകാശം നിയമപരമായ അവകാശമാണ്. അപ്പോൾ ഇതാണ് ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത്. ഇനി ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്? ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. 1947 ജൂലൈ 22. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി? മൗലിക കടമകൾ 11 മൗലിക കടമകളാണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ 10 ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏതിലൂടെയാണ്? 42-ാം ഭേദഗതിയിലൂടെയാണ്. ഇനി സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് 44-ാം ഭരണഘടനാ ഭേദഗതി 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം നമ്മൾ നേരത്തെ പറഞ്ഞു, സത്യമേവ ജയതേ. ദേവനാഗരി ലിപിയിലാണ് സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാ? ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. ദേശീയ പൈതൃക മൃഗം ആനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്? 4A ആണ്. അതിൽ 51A എന്ന് പറഞ്ഞു. മൗലിക കടമകൾ എടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നുമാണ്. ഇനി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കുമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളത്. അതിൽ ഹൈക്കോടതിക്ക് ഈ അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. ഇത് സുപ്രീം കോടതിയുടെ അധികാരത്തെ പറ്റി പറയുന്നതാണ്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം? സമാധാനം, സമത്വം ഏതാ? വെള്ള. 1950 ജനുവരി 24-ന് ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? അപ്പോൾ ജനഗണമന അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ഏത് ഭാഷയിലുള്ള പതിപ്പിന് അംഗീകാരം നൽകി? ഹിന്ദി ഭാഷയിലുള്ളതാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് ഹിന്ദി ഭാഷ. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാ? വന്ദേ മാതരം. ദേശീയ ഗാനമാണ് ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരമാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 1993-ലാണ്. 1993.
ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാ? 1955 ആണ്. 1955. ഇനി താഴെ തന്നിട്ടുള്ളവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, പൊതുനിയമങ്ങളിൽ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിരോധിക്കൽ. ഇതെല്ലാം എന്താ? സമത്വത്തിനുള്ള അവകാശമാണ്. പക്ഷെ കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം അത് സമത്വത്തിൽ പെടുന്നതല്ല. ഓക്കെ. നിയമത്തിന് മുന്നിലുള്ള സമത്വം 14ാമത്തെ ആർട്ടിക്കിൾ, പൊതുനിയമനങ്ങളിൽ 16, തൊട്ടുകൂടായ്മ 17 അല്ലേ? അപ്പോൾ 14 മുതൽ എത്ര വരെയാ? 18 വരയ്ക്കും ഏതാണ്? സമത്വത്തിനുള്ള അവകാശമാണ്. ഓക്കെ. അപ്പോൾ ഇത് കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ളത് സമത്വത്തിനുള്ള അവകാശത്തിൽ പെടുന്നതല്ല. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അയിത്താചരണം ആർട്ടിക്കിൾ 17 ആണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 51A. 4A 51A. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാ? ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. ഇന്ത്യയുടെ ദേശീയഗാനമായിട്ടുള്ള ജനഗണമന ആലപിക്കാനെടുക്കുന്ന സമയം എത്രയാണ്? ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. 52 സെക്കൻഡ്. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം. ദേശീയ പതാകയിൽ എത്ര ആരക്കാലുകളാണ്? 24 ആരക്കാലുകളാണുള്ളത്. വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥയാണ് അയിത്ത നിർമ്മാർജ്ജനം. 17ാമത്തെ ആർട്ടിക്കിൾ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ ആള് രംഗനാഥ മിശ്ര എന്ന് പറഞ്ഞു. ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അംഗം അത് അധ്യക്ഷനായി നിയമിക്കപ്പെട്ടാണ് കേട്ടോ. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായിട്ടുള്ള ആദ്യത്തെ മലയാളി ഫാത്തിമ ബീവിയാണ്. ഇനി ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാ? പിംഗലി വെങ്കയ്യാണ്. ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? അരയാലാണ്. അരയാൽ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്താനാണ് പറഞ്ഞത്. ഇതിൽ ശരിയല്ലാത്തത് ഇതാണ്. ഇത് ശരിയല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് ശരിയാണ്. 6 മുതൽ 14 വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം. അതും ശരിയാണ്. അപ്പോൾ ശരിയല്ലാത്തത് ഏതാ? ഇത് 76ാം ഭരണഘടനാ ഭേദഗതി അല്ലല്ലോ. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് മാത്രം എന്നതാണ് ആൻസർ. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായത് ഏതാണ് പറഞ്ഞിട്ടുള്ളത്? മൗലികാവകാശങ്ങളുമായി ശരിയായിട്ടുള്ളത് മൗലികാവകാശങ്ങൾ 3 ഭാഗം 3ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ന്യായവാദാർഹമാണ്. പിന്നെ മൗലികാവകാശങ്ങളെ സ്വത്തവകാശത്തെ ഒഴിവാക്കി. ശരിയാണ്, സ്വത്തവകാശത്തെ ഒഴിവാക്കി. 1, 3, 4 എന്നതാണ് ശരി. റഷ്യൻ ഭരണഘടനയിൽ നിന്നല്ല, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത് ഏതാ? ഇത് രണ്ടുമാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഇത് രണ്ടും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ 3ഉം 4ഉം എന്നതാണ് ആൻസർ. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക എന്നുള്ളത് മൗലിക കടമകളാണ്. തുല്യ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷനും തുല്യവേതനം, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നുള്ളത് മൗലിക കടമകളിലുള്ളതല്ല, മാർഗനിർദ്ദേശക തത്വങ്ങളിലുള്ളതാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ 2 വനിതകൾ ആരൊക്കെയാണ്? സുഷമ സിംഗും ദീപക് സന്ധുവുമാണ്. ഇനി ശരിയായിട്ടുള്ള ജോഡി പറയണേ. MKSS എന്ന് പറയുന്നത് വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം. ശരിയാണത് എന്താ? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. വിവരാവകാശത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള പ്രസ്ഥാനമാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. സ്വത്തവകാശ നിയമപരമായ അവകാശമാണ്. ബഹുമതികൾ റദ്ദാക്കൽ എന്നുള്ളത് മൗലികാവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A പറയുന്നത് മൗലിക കടമകളാണ്. എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിനെ എത്ര വിവരാവകാശ കമ്മീഷണറെ കൂടി നിയമിക്കാൻ കഴിയും? എത്ര പേരെ? 10 പേരെ. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. 2005 വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ചെയർമാനെയും കമ്മീഷണറെയും പ്രധാനമന്ത്രി നിയമിക്കുന്നു. തെറ്റാണ്. രാഷ്ട്രപതിയല്ലേ നിയമിക്കുന്നത്. 2005 ഒക്ടോബർ 24 ഒക്ടോബർ 12 നിലവിൽ വന്നത്. അപ്പോൾ ശരിയല്ലാത്തത് ഏതാ? 2ഉം 3ഉമാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1993 ഒക്ടോബർ 12 നിലവിൽ വന്നു. അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ആരാ? അല്ല, ഹൈക്കോടതി അല്ല, സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആവാം.
ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ശരിയാണ്. അപ്പോൾ ബന്ധപ്പെട്ടത് 1ഉം 3ഉമാണ്. 1ഉം 3ഉം. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർമാനും 2 അംഗങ്ങളും ചേർന്നാണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളും. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. തിരശ്ചീനമായിട്ട് മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച. ശരിയാണ്. 2002 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ശരിയാണ്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് 3600:2400 എന്നതല്ല. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1, 2, 4 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പതാകകളുടെ നീളം ഒക്കെ ക്ലാസ്സിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ ക്ലാസ്സൊക്കെ കാണാം. ഇനി ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. ഇനി ശരിയായ പ്രസ്താവന. ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. തെറ്റാണ്. ബംഗാളി ഭാഷയാണ്. ഇനി ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. തെറ്റാണ്. ദേശരാഗത്തിലാണ്. ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ശരിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി എന്ന നോവലിൽ നിന്നാണോ? അല്ല, ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ളത് സി ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ബംഗാളി ഭാഷയിലാണ്. സംസ്കൃതം എന്നും ഒരു തവണ PSC ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സംസ്കൃതം ഇല്ലല്ലോ. സംസ്കൃതവും ബംഗാളിയും കൂടി ഒരുമിച്ച് ഓപ്ഷനിൽ വന്നാൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഒരു പരീക്ഷയ്ക്ക്. കാരണം ബംഗാളിയും ഉണ്ട്, സംസ്കൃതം എന്നും പറയപ്പെടുന്നുണ്ട്. സംസ്കൃതീകരിച്ച ഒരു ബംഗാളി ഭാഷ എന്നാണ് പറയുന്നത്. അപ്പോൾ സംസ്കൃതവും ബംഗാളിയും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഏതാണ് 42ാം ഭേദഗതി പ്രകാരം? സോഷ്യലിസം എന്ന് പറയുന്ന വേർഡാണ്. ഇനി ഇന്ത്യ ഗവൺമെൻറ് റുപ്പി രൂപയുടെ ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചതെന്ന 2010 ജൂലൈ 15-നാണ്. 2010 ജൂലൈ 15. ഇനി ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കൈലാഷ് സത്യാർത്ഥി. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് നമുക്ക് ഉറപ്പു നൽകുന്നത്? എത്ര തരം മൗലികാവകാശങ്ങളാണ്? 6 തരം മൗലികാവകാശങ്ങളാണ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? റിട്ടുകളാണ്. ആ റിട്ടില് പൗരനെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുക അതേതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഇന്ത്യയുടെ ദേശീയ നദി നമുക്കറിയാം ഗംഗയാണ്. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാന നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17-കാരിയാണ് മലാല യൂസഫ്സായ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് VVIP ഏതാണ്? 450/300 mm ആണ്. 450/300 mm. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല. ഏതാണ്? 28(1) 28(1). സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ടത് 293 ആണ്. 293. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാവാത്തത് അതിൽ ആരാ? ഗോപാൽ ഭല്ലവ് പട്നായക് ആണ്. അപ്പോൾ ആരൊക്കെയാണ് ആയിട്ടുള്ളതെന്ന് നമുക്ക് അറിയണം. അതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതാ? ഫൈനൽ കീ പ്രകാരം 8 ആണ്. 8ലും 9ലും അത് തന്നെയാണ് പറയുന്നത്. ഇനി ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാണ്? ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഏതാണ്? അമേരിക്ക. ഇനി ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സംഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം. നോട്ട് ചെയ്ത് വയ്ക്കുക. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച
UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത് 1989 നവംബർ 20-നാണ്. 1989 നവംബർ 20. ഇനി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം, താൽക്കാലിക അധ്യക്ഷനായിരുന്നു. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. വിദ്യാഭ്യാസാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഭരണഘടനാ അനുച്ഛേദം 21A ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം, എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ശരിയാണ്. വിദ്യാഭ്യാസാവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. തെറ്റാണ്. ഏപ്രിൽ 1 2010 ഏപ്രിൽ 1 നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 1, 2, 3 എന്നിവ ശരിയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയാണ്. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്തുമായിട്ടാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. ഇനി നിയമത്തിൻ്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. നിയമത്തിൻ്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് 21-ാം അനുച്ഛേദമാണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് 32-ാം അനുച്ഛേദമാണ്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിക്കപ്പെട്ടത് 2008-ലാണ്. 2008. താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ്? താമരയുടെ ശാസ്ത്രീയ നാമം നെലംബോ ന്യൂസിഫറ. നെലംബോ ന്യൂസിഫറയാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്? നിയമപരമായിട്ടുള്ള അവകാശമാണ്. അസ്പൃശ്യത അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. അവരെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി തന്നെയാണ്. ഇനി ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ളത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് ആര്? സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനാരാ? പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതിൽ ആരൊക്കെയാണല്ലേ? അതൊക്കെ ക്ലാസ്സുകൾ കാണട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആരൊക്കെയല്ലേ എന്നുള്ളതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം 70 വയസ്സാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാ? കേന്ദ്ര സർക്കാരിനാണ്. സർദാർ പട്ടേൽ ഭവൻ ഏതിൻ്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനമായിരുന്നു, പഴയ ആസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫിഷ്യോ മെമ്പർ അല്ലാത്തത് ഇതിലാരാ? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. ബാക്കി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്കം, ഭിന്നശേഷി, ബാലാവകാശം, ന്യൂനപക്ഷം, ഇതൊക്കെ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സാണ്. 7 എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സാണ് ഉള്ളത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ദേശീയത്തിലെ പ്രധാനമന്ത്രിയാണ്. സംസ്ഥാനത്തിൽ അത് ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഒരു 100ന് മേലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 10th ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ക്ലാസ്സുകളെല്ലാം കാണുക, അതേപോലെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ക്ലാസ്സൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ്. എല്ലാ ക്ലാസ്സും കാണണം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്